ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സ്ഥിരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു. ഗുരുപൂർണിമ ദിവസം നാം ഇതിനു മുൻപും ഈ വിജ്ഞാന ഭവനിലും അതല്ലെങ്കിൽ അതിന് മുൻപിൽ നാരായണാശ്രമത ഭവനത്തിലും ഞാനിവിടെ വന്നത് 1963 ആ കൊല്ലം മുതൽക്ക് നമ്മുടെ ആശ്രമത്തിൽ ഗുരുപൂർണിമ ആചരണം ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ തോതിൽ, പുറമേ ആരും വരില്ല. എന്നാൽ മാതാജി സുലഭാദേവി വളരെ കണിശമായിരുന്നു ഗുരുപൂർണിമ ആചരിക്കണമെന്ന്. ഞാൻ എപ്പോഴും ഈ ഗുരുപൂർണിമയെ പറ്റി പറയുന്നത് നമ്മുടെ ഭാരത പഞ്ചാംഗത്തിലുള്ള ഏറ്റവും വിശേഷപ്പെട്ടതും പരമപ്രധാനവുമായിട്ടുള്ള ദിവ്യദിനമാണ് ഗുരുപൂർണിമ എന്നാണ്. ഒരു ഗുരു ഇല്ലാതെ മനുഷ്യ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള വളർച്ചയോ മാറ്റമോ ഉണ്ടാവില്ല. ഗുരു ഗുരു എന്ന് പറയുമ്പോൾ എല്ലാ തുറയിലും നമുക്ക് ഗുരു ആവശ്യമാണ്. ഒരു പിറന്ന കുട്ടിയെ ആരും അതിനോട് സംസാരിക്കാതെയും ഒന്നും പറയാതെ ഇരുന്ന ആ കുട്ടിക്ക് സംസാരിക്കാനും അറിയില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. നിങ്ങളെല്ലാവരും കുട്ടികൾ ജനിക്കണ വീട്ടിൽ കാത്തിരിക്കുകയാണ് എഴുത്തിന് വെച്ച പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയക്കാൻ. എന്തിനാ വീട്ടിൽ തന്നെ വെച്ചാൽ പോരെ? നിങ്ങൾ ഭക്ഷണം കൊടുത്ത് വളർത്താൻ കുട്ടിയെ സാധിക്കും, പക്ഷേ പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് അധ്യാപകന്മാരുടെ കയ്യിൽ തന്നെ കൊണ്ടാക്കണം. പക്ഷേ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് വിഷയസംബന്ധമായ വിദ്യാഭ്യാസമാണ്. ദൃശ്യലോകത്തിൽ ദൃശ്യവസ്തുക്കളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ വാസ്തവത്തിൽ ദൃശ്യവസ്തുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ള മറുപടി. പലരും ഞാനത് പറയുമ്പോൾ ഓഹോ ഇങ്ങനെയാണെന്ന് വിചാരിക്കാനുള്ളവർ ഈ സദസ്സിൽ നിന്നുണ്ടാവും. ഒരു വസ്തു ദൃശ്യമാകുന്നത് എപ്പോഴാണ്? ഈ ലോകത്തെ നമ്മൾ എന്താ പറയുക? ദൃശ്യലോകം എന്ന് പറയും. ദൃശ്യം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്, വിഷയം എന്നാണ് അർത്ഥം. ഒരു വിഷയം ഉണ്ടെന്ന് പറയണമെങ്കിൽ പറയാനായിട്ട് അത് കാണാനും പറയാനുമായിട്ടുള്ള ഒരു ദ്രഷ്ട വേണം. കേൾക്കണുണ്ടോ നിങ്ങൾ എൻ്റെ ഭാഷ? ദ്രഷ്ടാവില്ലെങ്കിൽ ദൃശ്യമുണ്ടാവില്ല. ഒരു വാചകം എഴുതുകയാണെങ്കിൽ അവിടെ ഒരു കർത്താവും ക്രിയയും കർമ്മവും ഉണ്ടാവും. കർമ്മം ഉണ്ടാവണമെങ്കിൽ കർത്താവ് ഉണ്ടായാലേ പറ്റുള്ളൂ. കർത്താവില്ലെങ്കിൽ ക്രിയ ഉണ്ടാവില്ല. അപ്പോൾ ക്രിയയും കർമ്മവും ആശ്രയിക്കുന്നത് കർത്താവിനെയാണ്. അപ്പോൾ സബ്ജക്റ്റാണ് പ്രഥമം. ഈ ലോകത്തിനെ കണ്ടിട്ട് ഞാൻ കണ്ടു, ഞാൻ കാണുന്ന ലോകം എൻ്റെ ദൃശ്യലോകം എന്നല്ലേ പറയണത്. ഈ ലോകം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദ്രഷ്ടാവാണ്, മനുഷ്യൻ എൻ്റെ ദൃശ്യമാണെന്ന്? ഈ ലോകത്തിന് കാണാൻ കണ്ണുണ്ടോ? പറയാൻ നാവുണ്ടോ? ഈ ലോകം പഞ്ചഭൂത നിർമ്മിതമാണ്. ആ പഞ്ചഭൂത നിർമ്മിതമായ ലോകത്തിന് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലയെന്ന്. ഈ ഭൂമിയെ എന്തിനു കൊള്ളാം? മനുഷ്യൻ ഭൂമിയെ കൈകാര്യം ചെയ്ത് കൃഷി ചെയ്ത് വിളയെടുക്കുകയാണെങ്കിൽ സാധിക്കും. മനുഷ്യനല്ലാത്തൊരെണ്ണം ചെയ്യട്ടെ, ഞാൻ കാണട്ടെ. ഭൂമി വെറുതെ അവിടെ ഇരിക്കുകയുള്ളൂ, ഒന്നും അതിലാരും ചെയ്യില്ല. അപ്പം നമ്മുടെ മുൻപിൽ നാം കാണുന്നതാണ് ലോകം. ആ ലോകം ദൃശ്യമാകുന്നത് കാണുന്ന നമ്മൾക്കാണ്. ഇനി നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറയൂ, കാണുന്നവനോ മുൻപിൽ കാണപ്പെടുന്നതോ എന്ന്?
എന്താ അവർ മിണ്ടാത്തേ? കാണുന്നവനോ മുൻപിൽ, കാണപ്പെടുന്നവനോ മുൻപിൽ? കാണപ്പെടുന്നതോ? കാണുന്നവൻ. കാണപ്പെട്ടതിന് ശേഷം കാണുന്നവൻ മറയുന്നുവോ അതോ കാണപ്പെടുന്നത് മറയുന്നുവോ? എല്ലാ ദിവസവും 16-17 മണിക്കൂർ നിങ്ങൾ ഉണർന്നിരിക്കുന്നു. ആ ഉണർന്നിരുന്നിട്ട് പിന്നെ എന്താ ചെയ്യണാവോ? ഒരാൾക്ക് മറുപടി പറയാനില്ല. കണ്ടില്ലേ? ഉറങ്ങണു. എണീറ്റവനൊക്കെ കിടന്നുറങ്ങണു. ഉറങ്ങിയവൻ എണീക്കണു. ഉറക്കത്തിൽ നിന്നല്ലാതെ എണീറ്റ ആരെങ്കിലും ഒരാളെ എനിക്ക് കാണിച്ചു തരാമോ നിങ്ങൾ? എണീറ്റതിന് ശേഷം അവസാനം ഉറങ്ങുകയാണ് പിന്നെ ചെയ്യണത്. അപ്പോൾ ഈ കാഴ്ച എപ്പോഴാണ്? 2 ഉറക്കത്തിൻ്റെ ഉള്ളിലാണ്. ഉറക്കമോ ഒന്നുമില്ല, ആരുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ കിടന്ന് ഉറങ്ങണത്. ആ ഉറക്കത്തിൽ നിന്നല്ലേ ഈ ഉണർച്ച ഉണ്ടാവുന്നത്. അപ്പോഴാണല്ലോ ഈ ലോകം പൊട്ടി വിരിയുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? മനുഷ്യൻ്റെ 2 ഉറക്കത്തിൻ്റെ മധ്യത്തിൽ. അതിൻ്റെ ഉറവിടവും മനുഷ്യനിലാണ്. എന്നെങ്കിലും മനസ്സിലാക്കൂ നിങ്ങൾ ഈ ഗുരുപൂർണിമ ദിവസക്കെങ്കിലും. ഈ ശാസ്ത്രജ്ഞന്മാരെ എത്ര കാലം വേണമെങ്കിൽ ഈ ലോകത്തിൽ റിസർച്ച് ചെയ്തോട്ടെ, അവർ ഈ ലോകത്തിൻ്റെ ഉദ്ഭവം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം അത് ജഡമായ ദൃശ്യമാണ്. ആ ലോകത്തിനെ കാണുന്ന ദ്രഷ്ടാവാണ് ആ ദൃശ്യത്തിൻ്റെ ഉറവിടം. ആ ദ്രഷ്ടാവിലേക്ക് ഇറങ്ങാൻ ഒരു ടെലിസ്കോപ്പും ഇല്ല, ഒരു മൈക്രോസ്കോപ്പും ഇല്ല, ഒരു ചുക്കും ഇല്ല, ഒരു ചുണ്ണാമ്പും ഇല്ല. ദൃഷ്ടമണ്ഡലത്തിലാണ് ദൃശ്യം പ്രകാശിക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ണിൽ കാണുമ്പോൾ പ്രകാശകിരണങ്ങൾ കണ്ണിൽ വന്ന് തറയ്ക്കണു. ഉടനെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യണു? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബ്രെയിൻ സെൻറ്റേഴ്സിന് പോകണു. ബ്രെയിൻ സെൻറ്ററാണ് കാണുന്നു ഇൻ്റർപ്രറ്റ് ചെയ്യണതൊക്കെ. അപ്പം നിങ്ങൾ പറയൂ, കാഴ്ച ബാഹ്യമോ ആന്തരമോ? ഒന്ന് പറയുന്നപ്പാ. ഏതെങ്കിലും ഒരു കാഴ്ച ബാഹ്യമുണ്ടോ ലോകത്തിൽ? നമ്മുടെ സർവ്വതും ആന്തരമാണ്. അനുഭവങ്ങൾ മുഴുവനും മനസ്സിനെ തട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും നിങ്ങളുടെ മനോമണ്ഡലത്തിൽ വിരിഞ്ഞു വരുന്നതായ താമരപ്പൂക്കളാണ്. കണ്ണാടിയുടെ ഉള്ളിൽ എങ്ങനെ പ്രതിബിംബമോ അതേമാതിരി നമ്മുടെ മനസ്സിലുള്ള മനഃപ്രതിച്ഛായകളാണ് നാം കാണുന്നത് മുഴുവനും. അപ്പോൾ ഈ ദൃശ്യലോകത്തെ പറ്റിയിട്ടുള്ള പഠിപ്പേ അക്കാഡമിക് സെൻറ്റേഴ്സ് കിൻഡർഗാർട്ടൻ മുതൽക്ക് പോസ്റ്റ് PhD റിസർച്ച് ഉണ്ടല്ലോ, പോസ്റ്റ് ഡോക്ടറി റിസർച്ച് വരെയുള്ള സ്ഥലത്തൊക്കെ നടക്കുന്നത്. എന്നാൽ അതുകൊണ്ട് അറിവ് പൂർണ്ണമാകുന്നില്ല. മനുഷ്യൻ്റെ ജന്മം സഫലമാകുന്നില്ല. മനുഷ്യൻ്റെ ജന്മം സഫലമാകണമെങ്കിൽ, അറിവ് പൂർണ്ണമാകണമെങ്കിൽ ദൃശ്യം ആർക്ക് ദൃശ്യമാകുന്നതോ ആ ദ്രഷ്ടാവിൻ്റെ മണ്ഡലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആ ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെല്ലുകയെന്ന്. അവിടെയാണ് ഈ ധ്യാനം. നിങ്ങൾ ആരെങ്കിലും ധ്യാനിക്കുന്നുണ്ടോ? ഒരു ദിവസത്തിൽ കുട്ടികളെ അടക്കം നിങ്ങൾ പറയണം, മിണ്ടാണ്ട് 10-20 മിനിറ്റ് ഇരിക്കുമെന്ന്. കുട്ടികളെ പഠിപ്പിക്കണം. അതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാമം ജപിക്കാൻ പറയണത്. നാമം ജപിച്ചില്ലെങ്കിലും കൊള്ളാം, അവർ വെറുതെ ഇരുന്നാൽ മതി. അതൊരു പരിശീലനമാണ്. മുറിയിൽ വാതിലും ജനലും അടച്ചിട്ട് നിങ്ങളൊരു ആസനത്തിൽ ചമ്രം പടിഞ്ഞിരുന്ന് കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ചിരിക്കുക. ഇന്നാളിവിടെ ഒരാൾ വന്നു, ഞാൻ ധ്യാനിക്കാൻ നോക്കിയിട്ട് എനിക്ക് ധ്യാനിക്കാനേ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് ഓടിപ്പോവാന്ന്. എങ്ങനെയാണ് ഈ മനസ്സ് ഓടണേപ്പാ? അത് ഓടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമോ? എങ്ങാനും നമ്മുടെ ശരീരത്തെയും ശരീരത്തെ വിട്ട് മനസ്സ് പോയാൽ പിന്നെ തിരിച്ചു വരുമോ? എന്താ ഒരു മിണ്ടാതെ? അപ്പം മനസ്സ് ഓടുന്നു എന്നൊക്കെ പറയണത് വെറും പാഴ് തോട്ടാണ്, പാഴ് വിചാര. അപ്പോൾ ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ഞാൻ പറയണത് കേൾക്കൂ. ധ്യാനിക്കുകയേ വേണ്ട. നിങ്ങളൊരു സ്ഥലത്തിരിക്കൂ. ഇരുന്നിട്ട് എന്ത് വേണം? കണ്ണടയ്ക്കൂ. എന്നിട്ട് ഞാൻ പറയണത് കേൾക്കുക. അസലായിട്ട് കേൾക്കണം. എന്താ അത്? മനസ്സെന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അതിൻ്റെ ഒരു ഭാഗമെടുത്ത് മനസ്സെന്ന് പറയുന്ന പ്രക്രിയയെ നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ. മനസ്സ് ചിന്തിക്കും, എന്ത് വേണമെങ്കിൽ ചിന്തിക്കട്ടെ. ഒന്നിൻ്റെയും പിന്നാലെ പോകണ്ട, ഒന്നിൻ്റെയും ഉടമസ്ഥാവകാശം എടുക്കണ്ട. പക്ഷേ എന്ത് നടക്കുന്നുവോ അത് നിങ്ങൾ അപ്പോൾ തന്നെ ഉണരണം. ഉണരുക മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും ചെയ്യരുത്. എന്ത് ചിന്ത വേണമെങ്കിൽ വരട്ടെ, എന്ത് വിചാരമോ സ്മരണയോ വേണമെങ്കിൽ വരട്ടെ. പിറ്റേ ദിവസം ആ കുട്ടി എന്നോട് പറഞ്ഞു, അയ്യോ സ്വാമിജി, എനിക്ക് സമാധാനമായി. ഇതുവരെ ഞാൻ സമാധാനം കണ്ടിട്ടില്ല, അന്ന് സമാധാനം കിട്ടിയെന്ന്. എന്ത് പറയുള്ളൂ നിങ്ങൾ?
ഭൂമാനന്ദ സ്വാമിജി മഹാമെടുക്കനാ ഈ കാര്യത്തിൽ, മെടുക്കനാ. ആ എന്താ നിങ്ങൾ വിചാരിക്കണേ? നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലില്ലയെന്നോ? ആരോടാ അത് പറയണത്? മനസ്സ് വളർന്നത് ജനിച്ചതിന് ശേഷമാണ്. നമ്മൾ മനസ്സ് ഇറക്കുമതി ചെയ്തിട്ടൊന്നുമില്ല. പിറന്നതിന് ശേഷമാണ് കണ്ടും കേട്ടും ഓരോന്ന് വന്നപ്പോൾ മനസ്സ് രൂപപ്പെട്ടത്. അപ്പം നമ്മൾ പിറന്നതിന് ശേഷം രൂപപ്പെട്ട മനസ്സ് നമുക്കറിയാത്ത തരത്തിൽ പ്രവർത്തിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് നാണാവില്ലേ? മനസ്സിൻ്റെ ശക്തി എത്രയാണെന്ന് നിങ്ങൾ വിചാരിക്കണേ? ഈ മനസ്സ് ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്. ആകാശത്തിൽ കല്ലെറിഞ്ഞാൽ കൊള്ളില്ല, വെട്ടിയാൽ കേൾക്കില്ല, വരട്ടിയാൽ കൊള്ളില്ല. അപ്പം ഈ മനസ്സിൽ എന്തേശാന എന്ന് പറയും? ഒന്നും ഏശില്ല. എന്നാലും നിങ്ങളുടെ വിചാരം എന്താ? എന്താ? ജനിച്ചതിന് ശേഷം ഒരു സെക്കൻഡിരുന്ന് മനസ്സെന്താണെന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ല. നിരീക്ഷിക്കാതെ എൻ്റെ മനസ്സാ അങ്ങനെയാ ആനയാ കുതിരയാന്ന് നിങ്ങൾ എന്തിനാ പറയണേ? വല്ലവരോടും പറഞ്ഞോളൂ, എൻ്റെ മുമ്പിൽ പറയാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അധീനത്തിൽ, അല്ലെങ്കിൽ പിന്നെ ആരുടെ അധീനത്തിലാണ്? ഒരു അരമണിക്കൂർ 20 മിനിറ്റ് ഞാൻ പറയണമാതിരി ചെലവ് ചെയ്യൂ, എന്നിട്ട് നിങ്ങളുടെ മനസ്സ് എങ്ങനെയുണ്ട് എന്ന് പറയും. ഇവിടെ പലരും വന്നും ആരെങ്കിലും മരിച്ചുപോയി അല്ലെങ്കിൽ കരഞ്ഞിട്ടൊക്കെയാണ് വരിക. പോകുമ്പോഴേക്കും അവർ ചിരിക്കും. ഞാൻ പറയും ചിരിച്ചുകൊണ്ട് വേണം പോകാൻ. എന്താ നിങ്ങൾ ഈ വിചാരിക്കണേ? നിങ്ങളുടെ ശരീരത്തിലെല്ലാം ഏൽക്കും, മനസ്സിൽ ഒരു സാധനവും ഏൽക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. കണ്ണുകൊണ്ട് പല നിറങ്ങളും നമ്മൾ കാണുന്നു. ഏതെങ്കിലും നിറമാവണുണ്ടോ കണ്ണ്? ഉവ്വോ? തീ കണ്ടാൽ ചുടുന്നുണ്ടോ? മനസ്സുകൊണ്ട് തീ എന്ന് പറഞ്ഞാൽ ചുടുവോ? മനസ്സുകൊണ്ട് മരണം എന്ന് പറഞ്ഞാൽ ചാവുമോ? പിന്നെ എന്താ നിങ്ങൾക്ക് വിഷമം? ഒന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ മരിച്ചു എന്നൊരു 30 തവണ പറയൂ. എന്നിട്ട് നിങ്ങൾ മരിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. ഞാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? മാജിക്കാരൻ വിളിച്ചാൽ നിങ്ങൾ പോവും, ഞാൻ പറയുമ്പോൾ വരില്ല. ഈ മനസ്സെന്ന് പറയുന്നത് എന്ത് വിശേഷപ്പെട്ട ഒരു സാധനമാണപ്പാ. ആകാശത്തിനേക്കാൾ സൂക്ഷ്മമാണ്. അതിൽ യാതൊന്നും ഏശില്ല. കോടാനുകോടി ചിന്തകൾ കഴിഞ്ഞു, ഇപ്പോഴും അത് ഇനിയും ചിന്തിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഒരു കുന്നായാലും എടുത്താൽ കുന്നാവും, പക്ഷേ ചിന്തിച്ചത് കൊണ്ട് നമ്മുടെ മനസ്സ് കുറഞ്ഞിട്ടുണ്ടോ? There are so many intellectuals here. Please answer me. Crores and crores of thoughts have been generated by the mind and dissolved by the mind. Do you think the mind has reduced in quantity? മനസ്സിൻ്റെ അകത്തൊക്കെ കുറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ നിങ്ങൾ മനസ്സിനെ പറ്റി പറയണേന്ന്? എന്ത് വേണമെങ്കിൽ ചെയ്തു നോക്കൂ, എന്നിട്ട് മനസ്സിൽ എന്ത് വരുന്നുണ്ടെന്ന് എന്നോട് പറയൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ജംഷഡ്പൂരിൽ ഞാൻ ജ്ഞാനയജ്ഞത്തിൽ പോയി താമസിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം അടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ വന്നു. എന്നിട്ട് എനിക്കന്ന് ഇന്ന് സംസാരിക്കുന്ന മാതിരി ഹിന്ദി സംസാരിക്കാനില്ല, കുറേ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ഇവർക്ക് വിഷമം? അവരുടെ വിഷമം എന്നോട് പറയട്ടെ. അപ്പോൾ അവർ പറയണത് എന്താ? എൻ്റെ മനസ്സിൽ എനിക്കൊന്നും ഒരു മനസ്സിൽ നിന്ന് വിചാരം ഒന്ന് പോകണമെന്നുണ്ട്, അത് പോകാൻ കൂട്ടാക്കണില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ എൻ്റെ ഹോസ്റ്റ് മാധവൻ അമ്മിണി പറഞ്ഞു, ഒരു ദിവസം ഒരു പോലീസ് വാൻ വന്നു. എന്നിട്ടോ, നിങ്ങളാണോ മിസ്സിസ് സിന്ന എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. വാനിൽ കയറുമെന്ന് പറഞ്ഞു. വാനിലാണ് കയറിയവർ, ആരോടും പറയാതെ, ആരെയും കൂട്ടി കൊണ്ടുപോകാതെ. ആ വാൻ ഓടിച്ചു കൊണ്ടുപോയി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അതിൻ്റെ വാതിൽ തുറന്ന്, ഈ ശവം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ ചോദിച്ചു. അത് അവരുടെ മകനാണ്. ഇതാണ് അവരുടെ വിഷമം. ഓ ശരി, നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ? അപ്പം ഞാൻ പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ കേട്ടോളൂ, നിങ്ങൾ പൂജ ചെയ്യുന്നുണ്ടോ? കാലത്ത് പൂജയൊക്കെ ചെയ്തതിന് ശേഷം, പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും പുറത്ത് പോകരുത്. വാതിലും ജനാലയും അടയ്ക്കുക പൂജാമുറിയുടെ. അതിൻ്റെ ഉള്ളിൽ ഒരു ആസനത്തിലിരുന്ന് ഈ നടന്ന സംഭവത്തെ നിങ്ങൾ ബലാൽ മനസ്സിലേക്ക് കൊണ്ടുവരുമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബലാൽ മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനോട് പ്രതികരിക്കുക, റിയാക്ട് ചെയ്യുക. എങ്ങനെ? മനസ്സുകൊണ്ടും വായ കൊണ്ടും. എന്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാവാൻ തോന്നുന്നുണ്ടോ പ്രാവിക്കോളൂ. വായ കൊണ്ടും പറഞ്ഞോളൂ, പക്ഷേ കൈ കൊണ്ട് നെഞ്ഞത്ത് തലയിലൊന്നും അടിക്കരുത്.
അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയൂ, എത്ര നേരം ചെയ്യണം? പരമാവധി 20 മിനിറ്റ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ എണീറ്റ് മുഖം വഴുകി പൊക്കോളൂ നിങ്ങൾ. എന്തിനു പറയണു? 5-ാം ദിവസം അവർ വന്നു, എൻ്റെ വിഷമമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു അമ്മ പിറന്നാളിന്, മകൻ്റെ പിറന്നാളിന് ഭക്ഷണമൊക്കെ തയ്യാറായിട്ടിരിക്കുക, അയാൾ പുഴയിൽ പോയി ചത്തുപോയി. അത് അമ്മയ്ക്ക് മറക്കാൻ വയ്യ. നിങ്ങൾ ആരോട് വേണമെങ്കിൽ പറയൂ, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സ്മരണയുണ്ടെങ്കിൽ അവരിവിടെ വന്നോട്ടെ. ആ സ്മരണയുടെ ശക്തിക്കനുസരിച്ച് കവിഞ്ഞത് 10-15 ദിവസം, അതിലും മീത വേണ്ട, 20 മിനിറ്റ് എനിക്ക് വേണ്ടു. പ്രതിദിനം 20 മിനിറ്റ്. അങ്ങനെ പരമാവധി 10-12 ദിവസം. എന്താ നിങ്ങളീ പറയണത്? നമ്മൾ മനുഷ്യരാണെന്ന്, നമുക്ക് ബുദ്ധിയുണ്ട്, കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ശക്തിയുണ്ട്, അറിവുണ്ട്, സാധ്യതയുണ്ട്. എന്തിനാ നിങ്ങൾ വേണ്ടാതെ കഷ്ടപ്പെടണേ? എന്താ അത്? ഈ ലോകത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ വരുത്തി തീർക്കുന്നതാണോ? നമ്മുടെയാണോ ഈ ലോകം? അല്ലല്ലോ. ഏതോ ഒരു ലോകത്തിന് വാടക കൊടുക്കാതെ ഇരിക്കുക നമ്മൾ കെട്ടിയ കെട്ടിടത്തിന് വാടക മേടിക്കും നിങ്ങൾ. ഈശ്വരൻ തന്ന ഭൂമിക്ക് വാടകയില്ല. ഒരു വാടക മേടിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ ലോകം നമ്മുടെയല്ല, അത് അതിൻ്റെ പാട്ടിൽ നടക്കണു. നിങ്ങൾ ജീവിക്കൂ, നിങ്ങളെ കൊണ്ടാകാവുന്നത് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാനാണ് അവിടെ ജനിച്ചിരിക്കുന്നത്. എന്ത് വേണമെങ്കിൽ വന്നോട്ടെ. മരണമെങ്കിൽ മരണം, ഡെത്ത്, ഡിസീസ്, പോവർട്ടി, ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യം. ദാരിദ്ര്യത്തിനെ പറ്റി നിങ്ങൾ മിണ്ടരുത്. ഞാൻ എന്താ ചെയ്തത്? ഞങ്ങളെപ്പോലെയുള്ളവരെന്താ ചെയ്തത്? ഉള്ളതൊക്കെ വിട്ട് പടുദരിദ്രന്മാരാവുക ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ദാരിദ്ര്യത്തിന് കല്യാണം കഴിച്ചവരാ. എന്താ? ദാരിദ്ര്യത്തിന് കല്യാണം കഴിച്ചവരാ. ദാരിദ്ര്യം ഞങ്ങളെ പേടിപ്പിക്കില്ല, മരണം ഞങ്ങളെ പേടിപ്പിക്കില്ല, സുഖക്കേട് നമ്മളെ പേടിപ്പിക്കില്ല. എന്താ നിങ്ങളീ പറയണത്? പുരികത്തിന് മീതെ നമുക്കൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി കൊണ്ട് ആലോചിക്കണം, കണ്ടെത്തണം. ന്യൂട്ടൺ ഒരു കൊല്ലം ആലോചിച്ചു എല്ലാ ആപ്പിളും എന്താ താഴത്ത് വീണേന്ന്. ബാക്കിയുള്ളവരൊക്കെ പറക്കി തിന്നു, ന്യൂട്ടൺ പറക്കൂല, തിന്നൂല. അവിടെ ഇരുന്ന് ആലോചിച്ചു. അവിടെ ഇവിടെയൊക്കെ നിൽക്കണ ആപ്പിൾ ഒരേപോലെ പെർപെൻഡിക്കുലറായിട്ട് താഴത്തേക്ക് വീഴുന്നുണ്ടല്ലോ. എന്താ ഇത് പറക്കാത്തേ, ചെരിഞ്ഞു വീഴാത്തേ? ഇത് വീഴുന്നുണ്ട്. എവിടേക്കാണ് വീഴണേ? ഭൂമിയിലേക്ക്. ആപ്പിൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ചുറ്റുമുള്ള കാറ്റ് പിടിച്ച് വലിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ വീഴാൻ കാരണം? ഭൂമിയും വീഴ്ചയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ഒരു കൊല്ലം ആലോചിച്ചു, എന്നിട്ട് ആകർഷണ ശക്തി കണ്ടുപിടിച്ചത്. ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താ ലോകത്തിൽ എവിടെയാ? ഈ പാൻഡമിക് സമയത്ത് ഒരു ഇനോക്കുലേഷൻ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ കണ്ടെത്തിയില്ലേ രാമകൃഷ്ണ? എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തുല്ലോ. ഇതര രാജ്യങ്ങൾക്കൊന്നും ഒരു കൊല്ലം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 2-3 കൊല്ലം 3-4 കൊല്ലമൊക്കെ പിടിക്കും അത്രേ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചേ? നമുക്ക് എന്താ കുറവ്? ഞാൻ പറയണത്, നമ്മൾ ഗംഭീര എയറോപ്ലെയിനൊക്കെ ഈ സമയത്ത് ഇവിടെ ഉണ്ടാക്കിയിരിക്കണം. ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ലേബറിന് കോസ്റ്റ് കുറവാണല്ലോ. 1700-ാം ആണ്ടിലെ ലോക GDP-യിലെ നമ്മുടെ കോൺട്രിബ്യൂഷൻ 23% 1700-ൽ. ഇപ്പോൾ എത്രയാ? 2023. 300 കൊല്ലം മുമ്പിലത്തെ ചരിത്രമാണ് പറയണത്. ചൈനയേക്കാൾ കൂടുതലാണെന്ന്. റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ഗവർണറായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 600 ലോറി ഗോൾഡാണ് ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത്. ഇവിടുന്ന് 600 ലോറി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 600 ഷിപ്പ്, ലോറിയല്ല, 600 ഷിപ്പ് ഗോൾഡ് അയച്ചു എന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയെ പറ്റി എന്താ ധരിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. ഈ ഇന്ത്യയെ പോലെ ഒരു രാജ്യം, നമ്മൾ അടുത്ത കാലത്ത് സ്വർണം ഖനി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് എല്ലാം അടച്ചു വെച്ചു. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ സെൻട്രൽ ഇന്ത്യയിൽ ഖനി കണ്ടുപിടിച്ചിട്ടുണ്ട്, വലിയ ഖനി.
2 ദിവസം റിപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒറ്റ റിപ്പോർട്ടാ മുടക്കിയല്ല. എന്താ ഇവിടെ സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വല്ലൊരു ഓടി വരണ്ടനി. നമുക്കൊരു കുറവുമില്ല. അപ്പം നമ്മൾ സ്വർണ്ണം ഇല്ലെങ്കിൽ ഉണ്ടാക്കും, തപസ് ചെയ്തുണ്ടാക്കും. അഗസ്ത്യ മഹർഷി വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യക്ക് വരുമ്പോൾ, ദണ്ഡകാരണ്യം കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ആ മണലാരണ്യം കണ്ണ് ഒരു ചൊടി പോലും ഇല്ലാതെ വല്ലാതെ മനസ്സുരുകി. അവിടെ ഇരുന്നു തപസ് ചെയ്തു. മഴ പെയ്തു. മഴ പെയ്തിട്ട് ചെടികളെല്ലാം മുളച്ചതിന് ശേഷമേ അദ്ദേഹം പോയുള്ളൂ. അതാണ് ഇന്ത്യപ്പാ. നിങ്ങളുടെ പിച്ച ഇന്ത്യയല്ല എൻ്റെ അഭിപ്രായത്തിൽ. നമ്മുടെ ഇന്ത്യ ഈസ് വെരി റിച്ച്, വെരി റിസോഴ്സ്ഫുൾ. നമ്മുടെ ഏറ്റവും വലിയ വിഭവം നമ്മുടെ മനസ്സിലാണ്. വി ആർ ദ പീപ്പിൾ ഹു ഹാവ് ഡിപ്ഡ് ഇൻ ടു, പ്രോബ്ഡ് ഇൻ ടു ആൻഡ് ഫൗണ്ട് inexhaustible, invaluable resources within the body of man, in the mind of man, in the intelligence of man, which cannot be robbed or destroyed by anyone in this world, including Mr. God. He cannot. We are so powerful and resourceful. This is what Guru Purnima tells us. The Guru teaches us. നിങ്ങൾക്ക് അച്ഛനമ്മമാർ ജന്മം നൽകിയിട്ടുണ്ടാവും. നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ അവർ പെറ്റിട്ടുള്ളൂ. ഗർഭാശയത്തിലുള്ള കുട്ടി രൂപപ്പെട്ടത് അമ്മയെ ചൊല്ലിയോ അച്ഛനെ ചൊല്ലിയോ ഒന്നുമല്ല. അത് തന്നെത്താനെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തം വലിച്ചെടുത്ത് സ്വയം കണ്ണും മൂക്കും നാവും എല്ലാം അത് ഉണ്ടാക്കി തീർത്തു. അതിൽ അമ്മയ്ക്കൊരു പങ്കുമില്ല, അച്ഛനൊരു പങ്കുമില്ല. പിന്നെ എന്താ നിങ്ങൾ ഈ പറയണത്? എനിക്ക് മനസ്സിലാവണില്ല. ഈശ്വരനും പ്രകൃതിയും രൂപപ്പെടുത്തിയ ഒരു ശരീരത്തോടു കൂടിയാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ അവതരിക്കുന്നതപ്പാ. ഒരൊറ്റ ആൾ മിണ്ടരുത്. അച്ഛനെ ബഹുമാനിക്കണു, നമ്മൾ അമ്മയെ ബഹുമാനിക്കണു. പെറ്റ ഉടനെ പൊക്കിൾക്കൊടി മുറിച്ചപ്പോൾ അവരാണ് എല്ലാം നോക്കിയത്, സമ്മതിച്ചു. അതിനു മുമ്പ് രൂപപ്പെടുത്തിയത്. അമ്മയോട് ചെന്ന് ചോദിക്കൂ, അമ്മ എനിക്ക് കണ്ണ് തന്നുവോ? അമ്മ മൂക്കുണ്ടാക്കിയോ? ചുണ്ടുണ്ടാക്കിയോ? ഒന്ന് ചോദിക്കൂ. ഒരൊറ്റ ആളും ഒന്നും ചെയ്തിട്ടില്ലപ്പാ. ദൈവം രൂപപ്പെടുത്തിയ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം രൂപപ്പെടുത്തിയ പ്രപഞ്ചത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ദൈവം തരുന്ന കാറ്റാണ് ശ്വസിക്കുന്നത്. അദ്ദേഹം തരുന്ന ജലമാണ് കുടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂമിയിലാണ് നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുന്നത്, നിൽക്കുന്നത്, നടക്കുന്നത്. ഒരൊറ്റ സാധനം ഇതിൽ ഈശ്വരൻ അല്ലാതെയില്ല. ഒക്കെ ഈശ്വരീയം, ഈശ്വരീയം, ഈശ്വരീയം. സർവം ഖൽവിദം ബ്രഹ്മ, സർവം വിഷ്ണുമയം ജഗത്. ഇതാണ് സത്യം. ഈ സത്യമാണ് ഗുരുപൂർണിമയ്ക്ക് ഗുരു ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കുന്നത്. അതൊരു സദ്ഗുരുവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരച്ഛനും പറയാൻ പറ്റില്ല, ഒരമ്മയ്ക്കും പറയാൻ പറ്റില്ല, ഒരു ഫിലോസഫി പ്രൊഫസറിനും പറയാൻ പറ്റില്ല. അതാണ് ഈ ഗുരുപൂർണിമയുടെ വിശേഷം. നിങ്ങളോട് എനിക്ക് പലതും സംസാരിക്കാം, പക്ഷേ ഞാൻ സംസാരിക്കില്ല. നിങ്ങളോട് എന്ത് സംസാരിക്കണോ അതേ സംസാരിക്കുള്ളൂ. നിങ്ങൾ എന്തറിയണോ അതാണ് പറയുക. നിങ്ങളെക്കൊണ്ട് അത് ഗ്രഹിപ്പിക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. വല്ലതും പറഞ്ഞങ്ങോട്ട് പോവല്ല. പറയില്ല വല്ലതും, നല്ലതേ പറയൂ, കേൾക്കേണ്ടതേ പറയൂ. ഞാൻ വളരെ ചുരുക്കം വായിച്ചവനാണ്, നിങ്ങൾ അതിശയപ്പെടും. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ചെറുപ്പകാലം മുതൽക്കൊരു ശ്ലോകപ്രിയനാണ്. അപ്പോൾ ചെറുപ്പകാലം മുതൽക്ക് പഠിച്ച ശ്ലോകങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മ വെച്ച് എഴുതി തുടങ്ങി. അപ്പം നോക്കിയപ്പോഴേ 600 ചില്ലാനം ശ്ലോകങ്ങളുണ്ട്. 600 ചില്ലാനം ശ്ലോകങ്ങളെ കുട്ടിയായിരിക്കുമ്പോൾ പഠിച്ചത്. എനിക്ക് അതിശയം തോന്നുക. ഞാൻ പഠിച്ചതൊക്കെ ശ്ലോകത്തിലാണ്. അതൊക്കെ ഒരു നിലയ്ക്ക് കാണാപ്പാടമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വിഷമമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ ചെപ്പിന്ന് എടുക്കണം, അരി എടുക്കാം. അപ്പോൾ ഒക്കെ പോയി മറന്നു തുടങ്ങി. എന്നാലും തീരെ മറന്നിട്ടില്ല. ഈ ഗുരുപൂർണിമയ്ക്ക് ഈ ഉള്ളിലുള്ള ആ വിശേഷപ്പെട്ട നിധി, ട്രഷർ വിതിൻ ദ ബോഡി ഓഫ് മാൻ, ട്രഷർ ദ ഇന്നർ റിസോഴ്സസ് ഹെൽഡ് ബൈ ദ ഹ്യൂമൻ മൈൻഡ്, ദ ഹ്യൂമൻ ഇൻ്റലിജൻസ്, നമ്മുടെ മനസ്സും ബുദ്ധിയും രണ്ടും ധരിക്കുന്ന ആ ട്രഷറുണ്ടല്ലോ, ആ ട്രഷർ നിങ്ങളെ വിളിച്ച് അറിയിപ്പിക്കാനാണ് ഈ ഗുരുപൂർണിമ. ഒരാൾ ഗുരുവിൻ്റെ അടുത്ത് പോണത്, അവിടെ പോണത് വേറെ ഒന്നിനുമല്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ മിണ്ടാത്ത ദൈവ.
നിങ്ങൾ എത്ര പോയി എന്നത് കാണില്ല, പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല, കണ്ടത് മനസ്സിലാക്കില്ല. അവിടെ ഒരു മിണ്ടാപ്രാണി, പേശാമിടന്തേ അവിടെ. പക്ഷേ ആശ്രമത്തിൽ വന്നാൽ ഇവിടെ എത്ര ദിവസം അവർ മീറ്റിംഗ് കൂടിയെന്നറിയോ? ഇന്നത്തെ ഫംഗ്ഷൻ നടത്താൻ അവരെ ഇന്നമാതിരി വിളിക്കണം, വന്നവരെ സ്വാഗതം ചെയ്യണം, ഇവിടുന്ന് അങ്ങനെ ഇവിടെ ഒരു പവർ പോയിൻ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് 3, 4, 5 തവണ മീറ്റിങ്ങൊക്കെ കഴിച്ച് എന്തൊക്കെയാണ് കഴിച്ചിരിക്കണേന്നറിയോ? ഞങ്ങൾക്ക് ഇവിടെ സ്ഥല സൗകര്യം ഇല്ലല്ലോ. എല്ലാവരും വന്ന് ഇരിക്കാനും ഭക്ഷണം കൊടുക്കാനും പറ്റിയ തരത്തിൽ 1000 ആൾക്കെങ്കിലും അസംബിൾ ചെയ്യാവുന്ന ഒരു സ്ഥലം ഉടനടി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ സ്വാമിജിയോട്. ഇതിപ്പോൾ അവിടെ ഇവിടെ 3-4 ദിക്കിലൊക്കെ ആയിട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. വന്നവരെ വേണ്ടതുപോലെ സത്കരിക്കണം. അമ്മ പറയുന്നു അടുത്ത കൊല്ലം ഞങ്ങളെക്കൊണ്ട് ആവില്ല, വേണ്ടാന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ വളരെയധികം ചുമതലയും ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗുരുപൂർണിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ഗുരു എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ മഹാനിധിയെപ്പറ്റി മാത്രമേ ഗുരു സംസാരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഈ ആളെ അറിയിപ്പിക്കണം, ഉണർത്തണം ആ ഉള്ളിലുള്ള നിധിയെപ്പറ്റി. വേറെ ഒരൊറ്റ ആളും അതിനെപ്പറ്റി പറയാൻ അർഹനല്ല. ഭഗവാനൊട്ട് പറയൂല. ഭഗവാന് വായില്ലല്ലോ പറയാൻ, ഉണ്ടോ? അല്ല, അശരീരി വാക്കൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടു എന്ന് പറയാം. അത് ചെവിയാണ് കേൾക്കുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ചെവി കേൾക്കണു. അപ്പോൾ ഇതാണ് ഗുരുപൂർണിമയ്ക്കുള്ള വിശേഷം. നിങ്ങളെല്ലാവരും വന്നത് വളരെ സന്തോഷിച്ച് ഞാൻ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിവേകമുണ്ടാവട്ടെ, വൈരാഗ്യമുണ്ടാകട്ടെ. അടുത്ത ഗുരുപൂർണിമ വരുമ്പോഴെങ്കിലും 1-2 ചെറുപ്പക്കാർ കുട്ടികളെ, സ്വാമിജി ഞാൻ സ്വാമിജിയുടെ കൂടെ ഉണ്ട്, വേറൊന്നും വേണ്ട, ഉൾനിധി മാത്രമേ എനിക്ക് വേണ്ടൂ, ഞാനിത് സാക്ഷാത്കരിച്ച് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമ്മുടെ ഈ അസംബ്ലി അർത്ഥവത്തായി. മറ്റതിങ്ങനെ കേട്ട് സ്വാമിജി പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം, ഭാഗവതരെ പാടിക്കോളൂ, എന്നിട്ട് പോകുന്ന സമയത്ത് വാതിലടച്ചിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. അത്രേ അങ്ങനെ പറ്റില്ല. നിങ്ങളെല്ലാവരും വന്ന് കേൾക്കണത് ഗ്രഹിക്കാനാ. ഞാൻ എപ്പോഴും പറയും, ഐ ഹാവ് റെഡ് മിനിമം. വാട്ട് എവർ ഐ റെഡ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. വാട്ട് എവർ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഐ ഹാവ് ബിക്കം. വാട്ട് എവർ ഐ ഹാവ് ബിക്കം ഐ ആം. ഞാൻ വായിച്ചത് ചുരുക്കം, വായിച്ചത് ഗ്രഹിക്കാനാണ്, ഗ്രഹിച്ചത് ആയിത്തീരാനാ, ആയിത്തീരുന്നത് അതേപോലെ ഇരിക്കാനാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ ഗുരുവുമായിട്ടുള്ള ആ സമ്പർക്കവും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ വിശേഷപ്പെട്ട, എന്താ ഞാൻ എനിക്ക് ചിത്രീകരിക്കാനൊന്നുമില്ല, അനുഗ്രഹം എന്ന് പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഒരു ദിവസം ഞാൻ നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചേ, രാമകൃഷ്ണ പരമഹംസന് 10-12 ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു, വളരെ സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അത്രയൊന്നും ഇല്ലെങ്കിൽ 3-4 ശിഷ്യന്മാർ, 4-5 ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങക്ക് ഞങ്ങളെ ചൊല്ലി എന്താ അഭിപ്രായം? പൂർണ്ണ തൃപ്തിയുണ്ടോ? എനിക്ക് വളരെയധികം തൃപ്തിയുണ്ട്. രാമകൃഷ്ണദേവനേക്കാൾ സന്തുഷ്ടനാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് കൂടിയുള്ള സമ്പർക്കം കൊണ്ട് വിശേഷപ്പെട്ട ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. അത് ഒരേ ദിവസം ചെല്ലുന്തോറും നിങ്ങൾ മനസ്സിലാക്കുന്നു. ആ നേട്ടമാണ് നിങ്ങൾ എന്നിൽ കാണുന്നത്. കൽക്കത്ത ഞാൻ വിടുന്ന സമയത്ത് എനിക്ക് കവിഞ്ഞത് 2 മാസത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. കവിഞ്ഞത് 2 മാസം. ആ 2 മാസം എത്ര മാസം കഴിഞ്ഞു? ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരിക്കണം. അവസാനം ഇപ്പോൾ ഇരുന്നത് കുന്നിൻ്റെ പാണ്ഡവഗിരിയുടെ ചെരുവിലാണ്. ഞാനിവിടെ വന്നപ്പോൾ മുയലും പാമ്പും കുറുക്കനായിരുന്നു ഇവിടെ. ഇന്നിപ്പോൾ നമ്മുടെ വളപ്പിൽ ഒരു പുല്ലും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പുല്ല് ധാരാളം മുളച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കുറുക്കൻ താമസിക്കുന്നത്. ഇപ്പോൾ മയിലുമൊക്കെ. അപ്പോൾ ഇതൊക്കെ ആയത്, ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരാൾക്ക് ദീക്ഷ കൊടുത്ത് ആ ആൾ ഒരു പാറപ്പുറത്ത് കൽപ്പുറത്ത് ഇരുന്ന് തപസ് ചെയ്തോളൂ, കഴിഞ്ഞാൽ അതൊരു ഗാർഡനായി തീരുമെന്ന് പറയും. അത്ര വിശേഷപ്പെട്ടതാണ് ഞാൻ കൊടുക്കുന്ന ഈ ബ്രഹ്മവിദ്യാ ദീക്ഷ. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ ദീക്ഷയൊക്കെ കയ്യിൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾ മേടിക്കുന്നവരാവരുത്, കൊടുക്കുന്നവരാവണം.
I don't want any one of you to be takers, but you become givers. 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 കൊടുത്തു നോക്കൂ, അപ്പോഴേ അറിയുള്ളൂ. കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ കൊടുക്കൽ നിർത്താൻ പറ്റില്ലല്ലോ. ഈശ്വരൻ ഈ കൊടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കാം. അപ്പോൾ അദ്ദേഹം ആ കരങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നത് ആരായാലും വലിയ വലിയ സംഗതികളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ ആളുടെ കൊടുക്കലും കൊണ്ടാണ്. ജലാറാം എന്ന് പറഞ്ഞിട്ടൊരു സത്രമുണ്ട് ഗുജറാത്തിൽ. ജലാറാം എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ബാബ, അദ്ദേഹമായിരുന്നു അതിഥികളെ ശുശ്രൂഷിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ പേരിൽ അത് സിദ്ധി കൂടി. ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു തൃപ്തിയായോ? മുഴുവൻ തൃപ്തിയായില്ല. എന്താ വേണ്ടേ? കൂടെ നിൽക്കുന്ന ആളെ എൻ്റെ അടുത്ത് പറഞ്ഞയക്കുന്നു, അത് ഭാര്യയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, അവളോട് പറയാം അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയാൽ പറ്റില്ല, താനും കൂടി കൂടെ വരണം, അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ടുപോയി എന്ന് പറയില്ലേ. അപ്പോൾ അവർ കൊണ്ടാക്കി. ഒരു കാട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ നിന്നു. നിങ്ങളിവിടെ ഇരിക്കണം, എൻ്റെ കയ്യിലുള്ള ഭാണ്ഡം ഇത് അവിടെ വയ്ക്കണം, ഞാൻ പോവാം. പിന്നെ മരിച്ചു വരുന്നു. പോയ ആൾ തിരിച്ചു വന്നില്ല. പിന്നെ ആ ഭാണ്ഡവും കൊണ്ട് അവിടെ വച്ചിരിക്കുക. ആ ജലാറാം എന്ന് പറയുന്ന സത്രം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ഊണ് കഴിച്ചാൽ എന്തെങ്കിലും കൊടുത്താൽ അവർ മേടിക്കില്ല. നിങ്ങളുടെ അടുത്ത പരിസരത്തുള്ളവർക്ക് കൊടുത്തോളൂ, ഞങ്ങൾക്ക് പൈസ വേണ്ട എന്ന് പറയുന്നത്. ഒരു പൈസ അവർ മേടിക്കണില്ല. അവിടെ നടക്കുന്നത് എത്ര 100 1000 കണക്കിന് ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരൊറ്റ ആളുടെ തപസ്സിൽ നിന്നുണ്ടായതാണ് അത് മുഴുവൻ. അതേമാതിരി നമ്മുടെ രാജ്യം തപസ്സിൻ്റെ രാജ്യമാണ്, ഉൾമഹിമയുടെ രാജ്യമാണ്. അജയ്യമായിരിക്കുന്ന ഒരു പ്രഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. ഇതിൻ്റെ മുൻപിൽ ഒരു പിച്ചത്തമോ ഒരു ഏഴത്തമോ ഇല്ല. We refuse to become poor. We refuse to become a slave. നമ്മുടെ സംസ്കാരം അത്ര വിശേഷപ്പെട്ടതാണ്. ശരി, നിർത്തട്ടെ. എല്ലാവരും നന്നായിരിക്കൂ. നിങ്ങളുടെ മനസ്സ് ധനികമാകട്ടെ, സമ്പൂർണ്ണമാകട്ടെ, നിറവും തികവുമൊക്കെ ഉണ്ടാവട്ടെ. അതിനായി എല്ലാവരെയും ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.